ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു സുപ്രഭാതത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ദിസ് അക്കൗണ്ട് ക്യാൻ യൂസ് വാട്സപ്പ് എന്ന് ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഇതെങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അധികം പേർക്കും എങ്ങനെയാണ് വാട്സപ്പ് ഇതുപോലെ ആയത് എന്ന് അറിയാതെയായിരിക്കും ചിലപ്പോൾ അവർ അപ്പീൽ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വാട്സപ്പ് ബാൻ ആവുന്നതെന്ന് നോക്കാം. നമുക്ക് ബാൻ ആവാനുള്ള കാരണം ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് റീകവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഏതൊരു ആപ്ലിക്കേഷനും അതിൻ്റേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ വരുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു ആപ്പിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ പോളിസിക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന സമയത്താണ് ബാൻ ആവുന്നത്. വാട്സപ്പ് ബാൻ ആവുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ടെമ്പററി ബാനാണ്, അതായത് താൽക്കാലികമായിക്കൊണ്ട് ബാൻ ആവും. മറ്റൊന്ന് പെർമനൻ്റ് ആയിക്കൊണ്ട് തന്നെ ബാൻ ആവും, അതായത് സ്ഥിരമായിക്കൊണ്ട് നമുക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത രീതിയിലും ബാൻ ആവും. ബാൻ ആവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഔദ്യോഗികമല്ലാത്ത വാട്സപ്പുകളുടെ ഉപയോഗം. അതായത് ഒഫീഷ്യൽ അല്ലാത്ത, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന അല്ലാത്ത GB, യോ വാട്സപ്പ് പോലെയുള്ള ഒരുപാട് വാട്സപ്പുകൾ നമുക്ക് പുറത്തു നിന്ന്, അതായത് ഗൂഗിൾ ക്രോം വഴിയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലം നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാനായി പോകും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്പാം മെസ്സേജുകളാണ്. അതായത് ഒരേ സമയം തന്നെ ഒരേ മെസ്സേജ് നമ്മൾ ഒരുപാട് പേർക്ക് സെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നമ്മൾ ഓരോ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു മെസ്സേജ് തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഒരേ സമയം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ബാൻ ആവും. അതുപോലെ തന്നെ ആളുകളുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുക. ആ ഒരു വാട്സപ്പ് നമ്പർ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഒപ്പിച്ചതിന് ശേഷം നമ്മളെ ബിസിനസ് സംബന്ധമായിട്ടുള്ള മെസ്സേജുകൾ സ്ഥിരമായിട്ട് അവരിലേക്ക് സെൻഡ് ചെയ്യുക. അതായത് അവരുടെ അനുവാദമില്ലാതെ തന്നെ നിരന്തരമായിട്ട് അവരുടെ ഓഫറുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ബാൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതിനായിട്ട് പ്രത്യേക ടൂളുകളും ആപ്ലിക്കേഷൻസുകളൊക്കെ വരുന്നുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലും അക്കൗണ്ട് ബാൻ ആവും. മൂന്നാമതായിട്ട് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ സമ്മതമില്ലാതെ അവരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് നിർമ്മിച്ച് അതിലേക്ക് ഒരു സമയം തന്നെ നമ്മൾ ഒരുപാട് പേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ബാൻ ആവും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് കൂടുതൽ പേർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ബാൻ ആവും. അതുപോലെ വ്യാജ വാർത്തകളും നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ, അതുപോലെ തന്നെ വർഗീയത പരത്തുന്ന മെസ്സേജുകൾ, അതുപോലെ ആൾമാറാട്ടം നടത്തുക, മറ്റൊരാളുടെ നമ്പർ വെച്ച് നമ്മൾ വാട്സപ്പ് തുടങ്ങുക, അതുപോലെ അശ്ലീലപരമായിട്ടുള്ള മെസ്സേജുകൾ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, ഫോട്ടോകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഇതൊക്കെ ബാൻ ആവാനുള്ള ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ടെമ്പററി ആയിക്കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ റീകവർ ചെയ്തെടുക്കുമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കണ്ടോളൂ. അപ്പോൾ ഞാനിവിടെ അതുപോലെയുള്ള ഒരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ദിസ് അക്കൗണ്ട് ക്യാൻ യൂസ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണിത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് റീകവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾക്ക് റീകവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോണിലൂടെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെയായിരിക്കും നമ്മുടെ അക്കൗണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. താഴെ കൊണ്ട് നമുക്ക് രജിസ്റ്റർ ന്യൂ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ യുവർ ഫോൺ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് 3 ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഈ 3 ഡോട്ടിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ഹെൽപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഹെൽപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കോൺടാക്ട് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാൻ മുകളിൽ താഴെ നമ്മളെ ബാൻ ആയിട്ടുള്ള നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ വാട്സപ്പ് ടീമിന് ഒരു അപ്പീൽ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൊടുക്കുന്ന ആ ഒരു അപ്പീൽ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്പീൽ വേണ്ടവർ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം ബാൻ ന്യൂ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങളെ ഇൻബോക്സിൽ അയച്ചു തരുന്നതാണ്. ആ ഒരു ടെക്സ്റ്റിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ Gmail ID, അതുപോലെ തന്നെ നിങ്ങളുടെ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ സെൻഡ് ഇമെയിൽ ടു വാട്സപ്പ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. താഴെ അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന Gmail ID സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് മൈ നമ്പർ എന്നുള്ളിടത്ത് നമ്മളെ ബാൻ ആയിട്ടുള്ള നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID എന്നുള്ളിടത്ത് നമ്മളെ Gmail ID, അതുപോലെ തന്നെ മൈ ഡിവൈസ് എന്നുള്ളിടത്ത് നമ്മളെ ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ നമ്പർ, ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ കാണുന്ന ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെയിൽ ഡയറക്റ്റ് നമ്മൾ വാട്സപ്പ് ടീമിന് പോകുന്നതാണ്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വാട്സപ്പ് ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വാട്സപ്പ് ഹെൽപ്പിൽ നമ്മൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ആസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വാട്സപ്പ് ഇന്ത്യ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമുക്ക് ആർട്ടിക്കിൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ബ്ലൂ കളറുള്ള ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ കുറച്ച് താഴോട്ട് പോകാം. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ഫോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 കോളങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു +93 ആയിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്ത്യയിലാണ് എങ്കിൽ +91 കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാൻ ആയിട്ടുള്ള നമ്പർ ഈ 2 കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് രണ്ടാമതുമായി അക്കൗണ്ട് ആസ് ബീൻ ഡിസബിൾഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ബോക്സിനകത്ത് മുന്നേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അയച്ചു തന്നിട്ടുള്ള ആ ഒരു അപ്പീൽ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും, യെസ് ഓർ നോ. ഇതിൽ നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ യുവർ ഫുൾ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ ID നമ്മൾ 2 സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. കൺഫേം ജിമെയിൽ ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേ ഇമെയിൽ ID തന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ യെസ് ഓർ നോ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ യെസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് തന്നെയാണ്. നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ പേര് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ താഴെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ജിമെയിൽ IDയിലേക്ക് ഒരു 6 അക്ക ഡിജിറ്റ് സെൻഡ് ആയിട്ടുണ്ടായിരിക്കും, അവിടെ റിസീവ് ആയിട്ടുണ്ടായിരിക്കും. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ ആ ഒരു 6 അക്ക ഡിജിറ്റ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കോളത്തിലേക്ക് നിങ്ങൾ ആ ഒരു 6 അക്ക ഡിജിറ്റ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അയച്ചിട്ടുള്ള ഒരു മെയിൽ വാട്സപ്പ് ഇന്ത്യ ടീമിന് ഡയറക്റ്റായി എത്തുകയും അതിന് വേണ്ട നടപടികൾ 24 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിലോ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നതാണ്. അതിനുശേഷം വാട്സപ്പ് നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് ടേംസ് ഓഫ് സർവീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിക്കൊണ്ട് 3 ലൈൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് ഹെൽപ്പ് സെൻറ്റർ എന്ന് കാണാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ താഴേക്ക് പോകാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ എബൌട്ട് ടെമ്പററി ബാൻ അക്കൗണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ യെസ് ഓർ നോ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ നോ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നോ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ സെൻട്രൽ കാണുന്ന ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ സെലക്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ആ ഒരു അപ്പീൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാൻ ആയിട്ടുള്ള നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ ഡിവൈസ് നെയിം ഇതൊക്കെ കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാൻ ആയിട്ടുള്ള നമ്പറും അതുപോലെ തന്നെ ജിമെയിൽ IDയും ഡിവൈസ് നെയിമും കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് റിട്ടേൺ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു 3 മെത്തേഡും ഒരുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴായിരിക്കും നമ്മൾ അക്കൗണ്ട് റീകവർ ആയി കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഇതുപോലെ ബാൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു ഇത്. ഞാൻ ട്രൈ ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ അത് റീകവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റീകവറായി വന്നു കഴിഞ്ഞാൽ ഇതൊരു 4 മണിക്കൂറിന് ശേഷം റീകവറായ നമ്മളൊരു ബ്രോഡ് നമ്പറാണ്. വെരിഫൈ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. ഇതിൽ നമ്മൾ വെരിഫൈ അക്കൗണ്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാൻ ആയിട്ടുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് റീകവർ ആയിട്ട് വരുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.